ദൈവങ്ങളെ ട്രോളാൻ പാടില്ല. അതെന്താ? അതിനവർ പല കാര്യങ്ങൾ പറയാം. അത് ഇന്ന് നല്ല ദിവസമല്ല, ഇന്ന് ആകാശമാകെ മൂടിക്കെട്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യർ ഒരു കാര്യം ചെയ്യണോ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. ഞാൻ പറയാറുണ്ട്, ചാക്കാല വീട്ടിൽ പോയി ചിരിക്കരുത്, കല്യാണ വീട്ടിൽ പോയി കരയരുത്. അത് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സെൻസിൻ്റെ ഭാഗമാണ്. ഇതെല്ലാവരും ചെയ്യാതിരിക്കും. അതെല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പൊതുവായിട്ടുള്ള ഒരു സാമൂഹ്യ മര്യാദ മനുഷ്യൻ പാലിക്കാറുണ്ട്. പക്ഷെ അതിനുപരിയാണ് ഈ മതകാര്യത്തിലുള്ള ഈ കരുതൽ. ഈ ആരാണ് കരുതൽ? അൾട്രാ മോഡേൺ ബുദ്ധിജീവികൾ. ഈവൻ അവർ ദേ ക്ലെയിം ദംസെൽഫ് ടു ബി എന്താ പറയുക, നിരീശ്വരവാദികൾ. ദേശേ ദൈവങ്ങളെ ട്രോളാൻ പാടില്ല. എന്തൊക്കെയാണ്? മരണം സംഭവിച്ചിരിക്കുന്നു, മരണമാണ്, ട്രോളരുത്. വിവാഹം, പുല, വാവ്, വേലി, യുദ്ധം വരുന്നു, യുദ്ധം നടക്കുന്ന സമയമാണ്, നിങ്ങളിപ്പോൾ ഇതാണോ ചെയ്യുന്നത്? ഇങ്ങനെ കുറേ ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈബർ ലോകത്തുള്ളവർക്കെല്ലാം അറിയാം. ഈ ഭയങ്കര ധാർമ്മികമായി സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ആളുകൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പുള്ളി ടെക്സ്റ്റൈൽസ് ഒക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാം. ചെറിയ, പക്ഷേ ഈ അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഈ ടീമുകളുടെ ഒരു വലിയൊരു വാദമാണ്, ആരെങ്കിലും എന്തെങ്കിലും മതത്തെ, ഇത് മത വിമർശനത്തിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. മാർസിസ്റ്റുകാരെ വിമർശിക്കുക, ഇന്ന് വാവിൻ്റെ ദിവസം മാർസിസ്റ്റുകാരെ വിമർശിക്കാൻ പാടില്ല, ഒരു മര്യാദയില്ല, നീയൊക്കെ മനുഷ്യനാണോ, മനുഷ്യൻ എന്ന പദത്തിന് അപമാനമാണ് എന്നൊന്നും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, കോൺഗ്രസ്സുകാരെ വിമർശിക്കുകയാണ്, അല്ല റഷ്യക്കാരെ വിമർശിക്കുകയാണ്, പാകിസ്ഥാനെ വിമർശിക്കുകയാണ്, ഈവൻ ഇന്ത്യയെ പോലും വിമർശിക്കാം, സ്വന്തം രാജ്യത്തെ പോലും വിമർശിക്കാം. പക്ഷെ മതത്തെക്കുറിച്ചാണ് വിമർശനമെങ്കിൽ, ദൈവത്തെക്കുറിച്ചാണ് വിമർശനമെങ്കിൽ ഈ കാര്യങ്ങൾ അവരെടുത്തിടും. ഇത് മോശം കാലമാണ്, ദരിദ്രകാലമാണ്, പ്രളയകാലമാണ്. വലിയൊരു കരുതൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ പാപ്പാന്മാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷെ മതയാനയുടെ കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മതയാനയ്ക്ക് നിങ്ങൾ ഈ കരിമ്പും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പക്ഷെ എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ നിങ്ങളെ എടുത്ത് കൊമ്പേ കുറിക്കുകയും ചെയ്യും. അതാണ് മതത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സിലബസ്. പിന്നെ സ്വാഭാവികമായിട്ട് പീതാംബരന്മാർ, ഞാൻ ഉദ്ദേശിച്ച മഞ്ഞ തന്നെയാണ്, ഇവരും മതത്തിൻ്റെ സംരക്ഷകരാണ്. നോക്ക്, പീതാംബരന്മാരും മതത്തിൻ്റെ സംരക്ഷകരാണ്, ധർമ്മേന്ദ്രമാരും മതത്തിൻ്റെ സംരക്ഷകരാണ്, ബുദ്ധിജീവികളും മതത്തിൻ്റെ സംരക്ഷകരാണ്, മതം തന്നെ മതത്തിൻ്റെ സംരക്ഷകർ. ഇതെന്തു ഇത്? പണ്ടാണ്ട് പറഞ്ഞോ, സദാം ഹുസൈൻ പണ്ട് ഇറാഖിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 99.999% വോട്ട് കിട്ടുമായിരുന്നു. അന്നൊരു തമാശ ഉണ്ടായിരുന്നു, ഈവൻ അള്ളാഹ് വന്ന് ഇലക്ഷൻ നിന്നാൽ പോലും അത്ര വോട്ട് കിട്ടത്തില്ല. ആ രീതിയിലാണ് സദാം ഹുസൈൻ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേ കണക്കാണ് മതത്തിൻ്റെ കാര്യം. എവരിബഡി ഈസ് ബാറ്റിംഗ് ഫോർ റിലീജിയൻ. ചിലർ വളരെ മൈൽഡായിട്ട് ചെയ്യും, ചിലർ വളരെ ശക്തമായിട്ട് ചെയ്യും, വളരെ ഓപ്പണായിട്ട് ചെയ്യും, ഇൻഡയറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ ഇതുകൊണ്ടാണ് ഈ ഡാഷ് വളരാത്തത്. ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്ന നാസ്തികതയൊക്കെ ആയിരിക്കും. നാസ്തികത വളരാത്ത ഇതുകൊണ്ടൊന്നുമല്ല, ഇത് ഈ പറയുന്നത് കേട്ട് ഇതും കൂടി പാലിച്ചുകൊണ്ട് ഒതുങ്ങിയൊരു മൂലയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് വളരാത്തത്. മറ്റുള്ളവർ തരുന്ന സിലബസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന അനുസരിച്ചാണ് വളരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സിലബസ് ഉണ്ടാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ.